ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് 2025 ഫെബ്രുവരി 9 നടന്ന താരീഖുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ആയിട്ട് ചോദ്യപേപ്പർ ചെയ്യുന്നില്ല, അത് നമുക്ക് എക്സാമിലേക്ക് റിവിഷനായിട്ട് ചെയ്യാൻ നല്ലൊരു ചോദ്യപേപ്പർ, ക്ലിയറുള്ള ചോദ്യപേപ്പർ കിട്ടിയിട്ട് ചെയ്യുക എന്ന് കരുതിയാണ്. അപ്പം നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു ആരാണെന്നാണ്. ആരായിരുന്നോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. അത് ടിക്ക് ചെയ്യാം. അടുത്തത്, അബ്ബാസി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം. അബ്ബാസി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം ബാഗ്ദാദാണ്, ബാഗ്ദാദ്. അടുത്തത്, അൽ ഖാനൂനു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അൽ ഖാനൂനു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരായിരുന്നോ? ഇബ്നു സീന. ഇബ്നു സീന എന്നതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു ആരാണ്? പ്രാകൃതരും രക്തദാഹികളുമായിരുന്നു മംഗോളിയർ. അടുത്തത്, ഇന്ത്യയിൽ മുസ്ലിം ഭരണം നീണ്ടുനിന്നു. 856 വർഷം നീണ്ടുനിന്നു ഇന്ത്യയിൽ മുസ്ലിം ഭരണം. 856 വർഷം. അതിലെ അവസാന ഓപ്ഷനാണ്, അതാണ് ശരി വരുന്നത്. അടുത്തത്, മുസ്ലിങ്ങൾ വലിയ പീഡനം സഹിക്കുന്ന ഒരു രാജ്യം ഏതായിരുന്നോ? ഫലസ്തീന്, റോഹിംഗ്യ, ഉയ്ക്കൂർ, ഇതൊക്കെ പഠിച്ചിരുന്നു നമ്മൾ. അപ്പോൾ ഇതിൽ ഏതാണ്? ഫലസ്തീനാണ് ഓപ്ഷൻ വന്നത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. കെമിസ്ട്രിയിലെ ഗ്രന്ഥരചയിതാവ് ജാബിർ ഇബ്നു ഹയ്യാൻ എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് എന്താണ്? ഗണിതശാസ്ത്രത്തിലെ ഗ്രന്ഥരചയിതാവ് അൽ ഖുവാറസ്മി എന്ന ഓപ്ഷൻ ഇ ആണ് അവിടെ ശരി വരുന്നത്. അടുത്തത്, മംഗോളിയൻ ഭരണാധികാരി ആരാണ്? ചെങ്കിസ് ജാൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടെ ശരി. അടുത്തത്, ജൗഹറത്തു തൗഹീദ് എഴുതി ആരാണ്? ജൗഹറത്തു തൗഹീദ് എഴുതിയത് ഇബ്രാഹിമുൽ ലഖാനി. അടുത്തത് എന്താണ്? ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരിയാണ് ഔറംഗസീബ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഉമ്മവികൾ 91 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. 91 വർഷം. തുർക്കി കേന്ദ്രമായി ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നു. അപ്പോൾ അവിടെ ഉസ്മാനിയ എന്ന് വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ചൈനയിൽ ഇപ്പോൾ ഡാഷ് മുസ്ലിങ്ങളുണ്ട്. ചൈനയിൽ 30 മില്യൺ മുസ്ലിങ്ങളുണ്ട്. അടുത്തത്, ഉമവി കാലത്ത് 14 ഖലീഫമാർ ഭരണം നടത്തി. അപ്പോൾ ഡാഷ് വന്നിടത്ത് 14 ഖലീഫമാർ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത്, കിതാബുൽ ഉമ്മി രചിച്ചത് അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. കിതാബുൽ ഉമ്മി രചിച്ചത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഡാഷ് ആയിരുന്നു. ആരാണ് ടിപ്പു സുൽത്താൻ്റെ പിതാവ്? ഹൈദർ അലി എന്നാണ് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത്. അടുത്തത്, ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അറക്കൽ രാജകുടുംബം എവിടെയാണ്? കണ്ണൂരിലാണ്. അറക്കൽ രാജകുടുംബം കണ്ണൂരിലാണ്. അപ്പോൾ കണ്ണൂർ എന്ന് എഴുതാം. അടുത്തത് എന്താണ്? ഖൈറുവാൻ നഗരം സ്ഥാപിച്ചത് ഏത് ഭരണകൂടമാണെന്ന്. ഏതാണ്? ഉമവികളുടെ കാലത്താണ്. അപ്പോൾ ഉമവി ഭരണകൂടം എന്ന് എഴുതാം നമുക്കവിടെ. അവിടെ ഉമവികളുടെ കാലത്ത് രാജ്യത്ത് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ താഴെ പോയിൻ്റായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലുണ്ട് ഖൈറുവാൻ പോലുള്ള പുതിയ നഗരങ്ങൾ സ്ഥാപിച്ചു എന്ന്. അപ്പോൾ അത് ഉമവിയ ഭരണകൂടം എന്ന് എഴുതാം. അടുത്തത്, ബാഗ്ദാദിൽ അബ്ബാസി ഖിലാഫ അവസാനിച്ച ഹിജ്റ വർഷം 923. ഹിജ്റ 923 വരെ അബ്ബാസി ഖിലാഫ നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 923 എന്നാണ് എഴുതേണ്ടത്.
അടുത്തത് ഖിലാഫ എന്ന പൊതു നേതൃത്വം അവസാനിച്ച വർഷം. ഖിലാഫ എന്ന പൊതു നേതൃത്വം അവസാനിച്ച വർഷം 1924 1924 ഖിലാഫ എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചത്. അടുത്തത് ഇഞ്ചി എന്ന വാക്കിൻ്റെ അറബി പദം. ഇഞ്ചി എന്ന വാക്കിൻ്റെ അറബി പദം, അപ്പോൾ ഇഞ്ചി എന്ന വാക്കിൻ്റെ അറബി പദം സഞ്ചബീൽ എന്നാണ്. സഞ്ചബീൽ എന്നാണ്. അത് അവിടെ നിങ്ങളെ 12ാമത്തെ പാഠത്തിൽ ഒരു കാല ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അവിടെ. അതിൽ പറയുന്നുണ്ട് അത് ഹറത്ത ഫിഹ സഞ്ചബീല, അതായത് ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് സഞ്ചബീല എന്ന്. അപ്പോൾ അതാണ് അവിടെ സഞ്ചബീല എന്നാണ് ഇഞ്ചിൻ്റെ അറബി പദം. മനസ്സിലാക്കുക. AD 1001 ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു ആരാണ്? മുഹമ്മദ് ഗസ്നവിയാണ് ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം സ്ഥാപിച്ചത്. AD 1001 ഹിജ്റ 392. അടുത്തത് ഇനി എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ 4 ആളുടെ പേര് എഴുതാൻ. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയവരാരൊക്കെയായിരുന്നു? നമ്മൾ 2 ദിവസം മുന്നേ ചെയ്ത ചോദ്യപേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരവുമാണിത്. ആലി മുസ്ലിയാർ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, ചെമ്പകശ്ശേരി തങ്ങൾ, പാണക്കാട് ഹുസൈൻ തങ്ങൾ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഉണ്ണി മൂസ തുടങ്ങിയവരൊക്കെ 1921 നടന്ന മലബാർ സമരത്തിൽ നേതൃത്വം നൽകിയ പ്രമുഖരാണ്. അപ്പോൾ 4 ആളെ പേര് എഴുതാനാണ്. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ 4 ആളുടെ പേര്. അടുത്തത് മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധനവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധനവുമാണ് ഇവയെ മറികടക്കാനുള്ള മാർഗങ്ങൾ. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താണ്? അടുത്തത് മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യ വ്യാവസായിക പുരോഗതി നേടിയ 4 മേഖലകൾ ഏതിലൊക്കെയാണ് വ്യാവസായിക പുരോഗതി നേടിയത് എന്നാണ്. വസ്ത്രനിർമ്മാണം, ഭക്ഷ്യസംസ്കരണം, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക പുരോഗതി വസ്ത്രനിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അടുത്തത് എന്താണ്? മംഗോളിയർ തകർത്ത 4 സ്ഥാപനങ്ങൾ. മംഗോളിയർ തകർത്ത 4 സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു? മദ്രസകൾ, മസ്ജിദുകൾ, ആശുപത്രികൾ, ഗ്രന്ഥാലയങ്ങൾ, ഇതൊക്കെ മംഗോളിയർ നശിപ്പിച്ചതാണ്. അപ്പോൾ അത് 4ഉം എഴുതാം. ഇനി അടുത്തത് എന്താണ്? അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് പുരോഗതി പ്രാപിച്ച 4 മേഖലകൾ ഏതൊക്കെയായിരുന്നു? മതവിജ്ഞാനങ്ങൾ, കലാ, സാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. അടുത്തത് ഇന്ത്യയിൽ വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ 4 പണ്ഡിത പ്രമുഖർ. വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ 4 പണ്ഡിതരുടെ പേര് എഴുതണം. ആരൊക്കെയായിരുന്നു? അഷൈഖു റമലാനു ശാലിയാത്തി, അഷൈഖു മഖ്ദൂമുൽ അവൽ, അഷൈഖു മഖ്ദൂമു സാനി, ഖാലി മുഹമ്മദ്, സദഖത്തുല്ലാഹിൽ കാഹിരി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി, അൽ ഇമാം അഹമ്മദ് റലാഹാൻ റഹിമഹുല്ല എന്നിവർ ഇന്ത്യയിൽ വൈജ്ഞാനിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ പണ്ഡിതരിൽ ചിലരാണ്. അപ്പോൾ അത് നിങ്ങളെ 13ാമത്തെ പാഠത്തിൽ പ്രമുഖ സൂഫി വര്യന്മാരും പ്രമുഖ സയ്യിദന്മാരും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് ഇതുപോലെ എഴുതാൻ കഴിയുള്ളൂ. ഇനിയൊക്കെ എക്സാമിലേക്കൊക്കെ പഠിക്കുന്നവർ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 4 ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളുടെ പേര് എഴുതണം. ഏതൊക്കെയാണ്? ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4 എഴുതാനാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സോമാലിയ, സുഡാൻ, ടുണീഷ്യ,
അൾജീരിയ, ജിബൂട്ടി, ലിബിയ, ഈജിപ്ത് ഇതൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അതിൽ നിന്ന് 4 എഴുതാനാണ്. അടുത്തതിന് കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ. അറബി, മലയാള ലിപിയെ കുറിച്ചിട്ടാണ് 5 വരി കുറയാതെ എഴുതേണ്ടത്. എന്തെഴുതാം നമുക്ക്? മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ജ്വലിക്കുന്ന രേഖയാണ് അറബി ഭാഷയ്ക്ക് കേരള മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകൾ. അറബി മലയാള സാഹിത്യവും മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാൻ അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾ നടപ്പാക്കി. മതഗ്രന്ഥങ്ങൾക്ക് പുറമെ കവിത, കഥ, നോവൽ, ചരിത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും അറബി മലയാളത്തിൽ കൃതികളുണ്ടായി. പത്രമാസികകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. സ്ത്രീകളും പുരുഷന്മാരും രചനകൾ നടത്തി. മുഹീദ്ദീൻ മാലയാണ് ലഭ്യമായ ഏറ്റവും പഴയ അറബി മലയാള കൃതി. അറബി തമിഴ്, അറബി കന്നഡ, അറബി പഞ്ചാബി മുതലായവയും അറബി മലയാളം പോലെ പ്രചാരം നേടിയ ലിപികളാണ്. അപ്പം അത്രയും അറബി മലയാളം ലിപി എന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത ഇനി ഉമവിയ്യ ഖിലാഫത്തിനെ കുറിച്ചാണ് 5 വരി കുറയാതെ എഴുതേണ്ടത്. 4 ഖലീഫമാരുടെ കാലത്തും യുദ്ധ സംഘത്തലവൻ, ഗവർണർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ് മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തോടെ ഖിലാഫ ബനു ഉമവിയ്യ കുടുംബത്തിലായി തീർന്നു. അതിനാൽ ഈ ഭരണകൂടം അൽ ഖിലാഫത്ത് ഉമവിയ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഹിജ്റ 41 മുതൽ 132 വരെ നീണ്ടുനിന്ന ഉമവിയ്യ കാലത്ത് 14 പേർ ഭരണം നടത്തി. ഏറ്റവും ശക്തനായ ഭരണാധികാരി അബ്ദുൽ മാലിക് ബിൻ മർവാനും ഏറ്റവും പ്രസിദ്ധനും സഞ്ചരിതനുമായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവുമാണ്. അദ്ദേഹം 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് സാദൃശ്യമുണ്ടായിരുന്നു. ഇതിനാൽ 2ാം ഉമർ എന്ന അദ്ദേഹം അറിയപ്പെട്ടു. ഉമവിയ്യകളുടെ കാലത്ത് രാജ്യത്തിന് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അറബി ഭാഷയ്ക്ക് വൻ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യം കൂടുതൽ വിസ്തൃതമായി. വൈജ്ഞാനിക മുന്നേറ്റമുണ്ടാവുകയും ചെയ്തു. ധാരാളം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു. ഉമവികളുടെ കാലത്ത് മനോഹരവും പ്രൗഢിയുമായുള്ള നിർമ്മിതികളുണ്ടായി. കൃഷി, വ്യവസായം, കൈത്തൊഴിൽ തുടങ്ങിയ അഭിവൃദ്ധിപ്പെട്ടു. ആയുധവും കപ്പലും വസ്ത്രവും പാത്രം ആയുധം, കപ്പൽ, വസ്ത്രം, പാത്രം എന്നിവയുടെ നിർമ്മാണമായിരുന്നു അന്നത്തെ പ്രധാന വ്യവസായങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉമവിയ്യ ഖിലാഫത്ത് കാലത്തെ കുറിച്ചിട്ട് നമുക്കവിടെ എഴുതി മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ഈ താരീഖുൽ ഇസ്ലാം ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതിട്ട് നമുക്ക് ചോദ്യപേപ്പറൊക്കെ വിശദമായിട്ട് അടുത്ത എക്സാമിലേക്ക് പഠിക്കുന്നവർക്ക് റിവിഷനായിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് വിശദീകരിച്ച് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.